ഹലോ, എൻ്റെ പേര് ടോണി. കഴിഞ്ഞ വീഡിയോയിൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാനിയർ റാക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ പാനിയർ റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാനിയർ റാക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എങ്ങനെ സെലക്ട് ചെയ്യാം, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള പാനിയർ റാക്സ് ഉണ്ട്, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കേരളത്തിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാനിയർ റാക്ക്. ഞാൻ ഉപയോഗിച്ചിരുന്നത് ആ സെയിം റാക്ക് തന്നെയാണ്. പാനിയർ റാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ലഗേജസ് സൈക്കിളിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈക്കിൾ ടൂർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പാനിയർ റാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാനിയർ ബാഗ് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ലഗേജസ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമുക്ക് പാനിയർ റാക്കിലേക്ക് ടൈ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. പാനിയർ റാക്ക് രണ്ട് തരത്തിലുണ്ട്, ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യുന്നതും ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നതും. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് പുറകിൽ മാത്രം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പാനിയർ റാക്കാണ്. നമുക്ക് ലഗേജസ് ഉണ്ടെങ്കിൽ മുൻപിൽ അറ്റാച്ച് ചെയ്യുന്ന പാനിയർ റാക്ക് കൂടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. മുൻപിൽ നമ്മൾ പാനിയർ റാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിൽ ഓവർലോഡ് ഉണ്ടെങ്കിൽ സാധാരണ ടൂറേഴ്സൊക്കെ ക്ലൈംബ് ചെയ്യുന്നത് ബാക്കിലുള്ള കുറച്ച് ലോഡ് എടുത്ത് ഫ്രണ്ടിലെ റാക്കിലേക്ക് കൂടി ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഒരു പാനിയർ റാക്ക് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് വേണം അത് സെലക്ട് ചെയ്യാനായിട്ട്. അതിലൊന്നാമത്തെ കാര്യം നമുക്ക് എത്ര കിലോ വെയിറ്റ് ആണ് ക്യാരി ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഏത് ടൈപ്പ് ബൈക്കാണ് ഉപയോഗിക്കുന്നത്, അതായത് MTB ആണോ, ഹൈബ്രിഡ് ആണോ, റോഡാണോ, ഇതിൽ 3-ൽ ഏത് ബൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മളുടെ ഫ്രെയിം, അതായത് ബൈസിക്കിളിലെ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളിലെ ഫ്രെയിം ഏത് ടൈപ്പാണ്. ലഗേജസിൻ്റെ കാര്യത്തിൽ മിക്കവാറും ഒരു റൈഡർ മറ്റൊരു റൈഡറിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഈ റൈഡിലുണ്ടായിരുന്നത് ഏകദേശം 12 കിലോ വെയിറ്റാണ്. ഒരു 2 പേഴ്സൺ ടെൻറ്റ് നമ്മൾ കാര്യമാണെങ്കിൽ തന്നെ അത് 2 കിലോ വെയിറ്റ് ഉണ്ടാവും. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ഏകദേശം 1.5 കിലോ കൂടി വെയിറ്റ് കൂടും. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ടെൻറ്റും കൂടി തന്നെ ഏകദേശം നമുക്കൊരു 3 കിലോ കൂടുതലായി. അപ്പോൾ അവരവരുടെ റിക്വയർമെൻറ്റ് നമ്മളനുസരിച്ച് വേണം നമ്മളൊരു പാനിയർ റാക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാത്രം സെലക്ട് ചെയ്യാം. നമുക്ക് ഏകദേശം 700 രൂപ മുതൽ മുകളിലേക്ക് ഒരു 10,000 12,000 രൂപ വരെ നമുക്ക് പാനിയർ റാക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാത്രം നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുക. ഞാനിവിടെ യാത്ര പോകുമ്പോൾ ഒരു മിനിമലിസ്റ്റ് രീതിയിലാണ് ഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാറ്. ആദ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 9 കിലോ താഴെയാണ് ലഗേജസ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ലഗേജിൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട് ഞാൻ പാനിയർ റാക്കിൽ അധികം കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 10 കിലോ താഴെ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ഒരു പാനിയർ റാക്ക് മതിയായിരുന്നു. റാക്കിൻ്റെ മാനുഫാക്ചറിങ് മെറ്റീരിയൽ സ്റ്റീലാണെങ്കിൽ ഏകദേശം 1 കിലോ തുടങ്ങിയായിരിക്കുള്ളൂ അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈറ്റാനിയോ അലുമിനിയോ ആണെങ്കിൽ നമുക്ക് ഏകദേശം 600 ഗ്രാം തുടങ്ങിയായിരിക്കുള്ളൂ റാക്കിൻ്റെ വെയിറ്റ്. സ്റ്റീലാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റ് കിട്ടും. പിന്നെ ഈ പാനിയർ റാക്കിൻ്റെ റേറ്റ് വേരി ചെയ്യുന്നത് സ്റ്റീലാണെങ്കിൽ നമുക്കൊരു 700 രൂപ തുടങ്ങി നമുക്ക് കിട്ടും. പിന്നെ ടൈറ്റാനിയം, അലുമിനിയം അങ്ങനെ പാനിയർ റാക്കിൻ്റെ മാനുഫാക്ചറിങ് മെറ്റീരിയൽ മാറുന്തോറും നമുക്ക് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. നമുക്കൊരു 10 കിലോ മുതൽ 50 കിലോ വെയിറ്റ് വരെയും ക്യാരി ചെയ്യാവുന്ന കപ്പാസിറ്റിയുള്ള പാനിയർ റാക്സ് ഉണ്ട്. പിന്നെ പാനിയർ റാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഏത് ടൈപ്പ് ബൈക്കാണെന്ന്. മാനുഫാക്ചേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും നമുക്ക് ഏതൊക്കെ ടൈപ്പ് സൈക്കിളിൽ ഉപയോഗിക്കാം, ഏതൊക്കെ ടയർ സൈസിന് കോമ്പാക്റ്റബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു പാനിയർ റാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. പാനിയർ റാക്ക് മിക്കവാറും യൂണിവേഴ്സൽ എല്ലാ ഫ്രെയിമിലും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പായിരിക്കും വരുന്നത്. പിന്നെ അതിലൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ സൈസ് മാറുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. പിന്നെ സൈക്കിളിൻ്റെ ടൈപ്പ് മാറുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹൈബ്രിഡിലും MTBയിലും നമുക്ക് സെയിം പാനിയർ റാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു ഫുൾ സസ്പെൻഷൻ MTBയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യമൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വായിച്ച് നോക്കി നമ്മുടെ ടയർ സൈസ്, ഫ്രെയിമിൻ്റെ വ്യത്യാസം ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ഒരു പാനിയർ റാക്ക് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന ഫ്രെയിം ടൈപ്പ്. ഫ്രെയിം ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു ഹൈബ്രിഡോ അല്ലെങ്കിൽ നോർമലി ഒരു MTBയോ അല്ലെങ്കിൽ റോഡ് സൈക്കിളോ ആണെങ്കിൽ നമ്മൾ പാനിയർ അറ്റാച്ച് ചെയ്യുന്നത് ഒരു നെറ്റ് ഉണ്ടാവും. ആ നെറ്റ് സ്ക്രൂ ചെയ്തിട്ടായിരിക്കും നമ്മളത് പാനിയർ അറ്റാച്ച് ചെയ്യുന്നത്. ചില റോഡ് സൈക്കിളുകളിൽ നമുക്കിങ്ങനെ നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ ഫ്രെയിമിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യം കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു പാനിയർ ആക്കും. അങ്ങനെയുണ്ട്. പാനിയർ റാക്ക് കോമൺ ആയിട്ട് 2 ടൈപ്പാണുള്ളത്. അതിലൊന്ന് ട്രഡീഷണലും രണ്ടാമത് നോൺ ട്രഡീഷണലും. ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന 4 നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാവുന്ന, അതായത് നമ്മളുടെ ഫ്രെയിമിൻ്റെ ചെയിൻ സ്റ്റേയുടെ എൻഡിൽ 2 ബോൾട്ടും ഉള്ള സാഡിൻ്റെ താഴെയായിട്ട് 2 ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ട്രഡീഷണൽ പാനിയർ റാക്ക്. ഈ കാണുന്നത് ഒരു ട്രഡീഷണൽ പാനിയർ റാക്കാണ്.
കൂടാതെ ഇതിനെ ഫ്രെയിംഡ് പാനിയർ റാക്ക് എന്നും പറയും. ഇതുപോലുള്ളൊരു ഫ്രെയിം പാനിയർ റാക്കിനുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ് ഇതിലേക്ക് നമ്മൾ ഈ പാനിയർ റാക്കിനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഫ്രെയിംഡ് പാനിയർ റാക്ക് എന്ന് പറയുന്നത്. 4 നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ റാക്ക് മെയിനായിട്ട് ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നെറ്റാണ്. അത് ചെയിൻ സ്റ്റേയുമായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് ഈ നെറ്റ്. പിന്നീട് സാഡിലിൻ്റെ താഴെയായിട്ട് ഒരു നെറ്റും കൂടി ഉണ്ടാവും. അത് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നെറ്റുണ്ട്. അപ്പോൾ ഇവിടുത്തെ നെറ്റും അവിടുത്തെ നെറ്റും ഉപയോഗിച്ചാണ് ഈ മുകൾ ഭാഗം ടൈറ്റ് ചെയ്യുന്നത്.